വെൽക്കം, റഹ്മാനാണ്. ഫാർമക്കോഡൈനാമിക്സ് വീഡിയോ സീരീസിന്റെ പ്ലെയിനിലാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫാക്ടേഴ്സ് മോഡിഫൈങ് ഡ്രഗ് ആക്ഷൻ ഓർ ഫാക്ടേഴ്സ് മോഡിഫൈങ് ഡ്രഗ് എഫക്റ്റ്. നമ്മളിത് പാർട്ടുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യുക. ദിസ് ഈസ് പാർട്ട് 1. ഇത് ആദ്യത്തെ പാർട്ടാണ്. കാരണം കുറച്ച് 10-13 ഫാക്ടേഴ്സ് ഉണ്ട്. മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ നിർദ്ദേശിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു മരുന്ന് എല്ലായ്പ്പോഴും ഒരേ തരത്തിലുള്ള ഒരേ മാഗ്നിറ്റ്യൂഡുള്ള അല്ലെങ്കിൽ സെയിം എഫക്റ്റ് ആയിരിക്കില്ല കൊടുക്കുക അല്ലെങ്കിൽ ലഭിക്കുക ഉണ്ടാക്കുക എന്നുള്ളത്. സോ ഇറ്റ് മേ വേരി ഫ്രം പേഷ്യന്റ് ടു പേഷ്യന്റ് ഓർ ഒരു രോഗിയിൽ തന്നെ സെയിം രോഗിയിൽ തന്നെ അടുത്ത സമയത്തെ മരുന്ന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അതേ എഫക്റ്റ് ആയിരിക്കണം കിട്ടണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത എഫക്റ്റ്, അതിൽ ചിലപ്പോൾ കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വ്യത്യസ്ത പേഷ്യന്റിലാണെങ്കിൽ എഫക്റ്റ് തന്നെ വ്യത്യസ്തമായിരിക്കും. സോ റെസ്പോൺസസ് മേ വേരി ഫ്രം പേഷ്യന്റ് ടു പേഷ്യന്റ് ഓർ റെസ്പോൺസസ് മേ വേരി ഇൻ ദ സെയിം പേഷ്യന്റ്. സോ ഇങ്ങനെ സംഭവിക്കുന്നതിന് വിവിധ കാരണങ്ങളുണ്ട്. അത്തരം കാരണങ്ങളാണ് നമ്മളിവിടെ ഫാക്ടേഴ്സ് ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്തരം വ്യത്യാസങ്ങൾ, മരുന്നിന്റെ എഫക്റ്റിലുള്ള വ്യതിയാനങ്ങൾ 2 രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഒന്ന്, ദിസ് ക്യാൻ പ്രൊഡ്യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസസ്. ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ആണ് ഉണ്ടാക്കുക, ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ്. രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ്, ക്വാളിറ്റേറ്റീവ് ഡിഫറൻസസ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ആണ് മിക്കവാറും കൂടുതൽ ഉണ്ടാക്കുക. ദാറ്റ് മീൻസ് ഇൻക്രീസ് റെസ്പോൺസ് ഓർ ഡിക്രീസ് റെസ്പോൺസ്, ഇങ്ങനെയൊക്കെയുള്ള ഗുണം കൂടുതലോ ഗുണം കുറയുകയോ ഒക്കെ ചെയ്യും. ഓക്കെ, ഇത് മിക്കവാറും ഫാർമക്കോകൈനറ്റിക്, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എലിമിനേഷൻ, ഇതിലൊക്കെയുള്ള വ്യത്യാസം കൊണ്ടിട്ടായിരിക്കാം മിക്കവാറും ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസ് ഉണ്ടാക്കുക. രണ്ടാമത്തത് ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ്. ഉദാഹരണം, CNS ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരു മരുന്ന് അത് നമ്മൾ കൊടുക്കുമ്പോൾ രോഗിയിൽ CNS സ്റ്റിമുലന്റ് ആണ് എഫക്റ്റ് എങ്കിലോ, സോ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഡിഫറൻസ് എന്ന് പറയാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ ഉദാഹരണം ഇഡിയോസിൻക്രസി എന്ന് പറയുന്ന പ്രശ്നം, അല്ലെങ്കിൽ അലർജി, ഇങ്ങനെയൊക്കെയുള്ള പേഷ്യന്റ് ടു പേഷ്യന്റ് ഡിഫറെന്റ് ആയിരിക്കാം. സോ ഇത് മിക്കവാറും ഡൈനാമിക് ഡിഫറൻസ് ആകാം, ചിലപ്പോൾ കൈനറ്റിക് ഡിഫറൻസ് മൂലവും ആകാം, മെറ്റബോളിക് വ്യതിയാനങ്ങളൊക്കെ മൂലമായിരിക്കാം. രണ്ടായാലും ദിസ് ക്യാൻ പ്രൊഡ്യൂസ് എ ചേഞ്ച്, ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ചേഞ്ചസ്, എനി ഡിഫറൻസസ്, എനി ടൈപ്പ് ഓഫ് ഡിഫറൻസസ്. സോ ഇതുണ്ടാകാമെന്ന് പ്രതീക്ഷിച്ച് വേണം മരുന്ന് നമ്മൾ നിർദ്ദേശിക്കാനായിട്ട്. സോ ഇത്തരം സാധ്യതകൾ എന്തെല്ലാമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് നിർദ്ദേശിക്കുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇങ്ങനെയുള്ള പേഷ്യന്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അപ്പൊ ഈ മരുന്ന് വേണ്ട. സോ വി ക്യാൻ ഡിസൈഡ് അപ്രോപ്രിയേറ്റ് ഡ്രഗ് ഫോർ ആൻ അപ്രോപ്രിയേറ്റ് പേഷ്യന്റ്. സോ ദിസ് ദ അഡ്വാൻറ്റേജ് ഓഫ് നോയിങ് ദീസ് തിങ്സ്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം. സോ നമുക്ക് ഇതിനെയും ഫാക്ടേഴ്സിനെയും നമുക്ക് രണ്ടാക്കാം. ഒന്ന്, പേഷ്യന്റ് റിലേറ്റഡ്, രോഗിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, പേഷ്യന്റ് റിലേറ്റഡ് ഫാക്ട്, ഇതാണ് ആദ്യത്തേത്. രണ്ടാമത്തത് മരുന്നാണ്, മരുന്ന് തന്നെയാണ് ഇവിടെ വ്യത്യാസം ഉണ്ടാക്കുന്നത്, ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സ്. സോ ഇതാണ് 2 ഫാക്ടേഴ്സ് ആക്കി. പേഷ്യന്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, ഒന്ന് ഏജ് ഓഫ് ദ പേഷ്യന്റ് പ്രായം തന്നെ ഒരു പ്രശ്നമാണ്. ദെൻ ജെൻഡർ, വെദർ ദ പേഷ്യന്റ് ഈസ് മെയിൽ ഓർ ഫീമെയിൽ. ദെൻ ബോഡി സൈസ്, ജെൻഡറും ഏജും ഒക്കെ വ്യത്യാസമല്ല, പക്ഷെ ബോഡി സൈസിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾക്കത് മാറ്റും. ദെൻ സ്പീഷീസ് എന്ന് വെച്ചാൽ മൃഗങ്ങളാണോ ആനിമൽസ് ആണോ എന്നുള്ളതൊക്കെയാണ് സ്പീഷീസ്. പക്ഷെ റേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരാണോ വെളുത്ത വർഗ്ഗക്കാരാണോ മംഗോളീസ് ആണോ അങ്ങനെയൊക്കെയുള്ള കാര്യം. ദെൻ ജനറ്റിക് മേക്കപ്പ്, ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ്, ജനറ്റിക് മേക്കപ്പ് ഓഫ് പെർട്ടിക്കുലർ പേഷ്യന്റ്. ദെൻ പിന്നെ ഉള്ളത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്, ഏത് സമയത്താണ് മരുന്ന് കഴിക്കുന്നത് എന്നുള്ളതാണ് എൻവയോൺമെന്റൽ ഫാക്ടർ or timing of the drug. Then അടുത്തത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ പ്ലാസിബോ, നോസിബോ, അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് ആണ്. ദെൻ പാത്തോളജിക്കൽ, രോഗിക്ക് എപ്പോഴും പലതരം അസുഖങ്ങൾ ഉണ്ടാവും, അല്ലെ, കിഡ്നി രോഗമുള്ള പേഷ്യന്റ് ഉണ്ടാവും, ലിവർ രോഗമുള്ള പേഷ്യന്റ് ഉണ്ടാവും. അപ്പോൾ ഒരേ മരുന്ന് തന്നെ എഴുതേണ്ടി വരുമ്പോൾ എവിടെയൊക്കെയാണ് വ്യത്യാസം വരുത്തേണ്ടത്. ഇനി ഡ്രഗ് റിലേറ്റഡ് ഫാക്ടേഴ്സിൽ നമ്മൾ പഠിക്കുക റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്, ഏത് റൂട്ടിലാണ് മരുന്ന് കൊടുക്കുക, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഡ്രഗ്. പിന്നെ അതർ ഡ്രഗ്സ്, നമ്മൾ മറ്റ് മരുന്നുകൾ കൊടുക്കുകയാണെങ്കിൽ മറ്റ് മരുന്നുകൾ, അതർ ഡ്രഗ്സ് ഓർ ഡ്രഗ് ഇന്ററാക്ട്, ഓർ ഇവിടെ നമ്മൾ കമ്പൈൻഡ് എഫക്ട് ഓഫ് ഡ്രഗ്സ് എന്ന് പറയുന്നത്, കമ്പൈൻഡ് എഫക്ട് ഓഫ് ഡ്രഗ്സ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. ദെൻ ക്യുമുലേഷൻ, മരുന്ന് തുടർച്ചയായിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ് ക്യുമുലേഷൻ. ദെൻ ആന്റി ബാക്ടീരിയൽ പോലുള്ള മരുന്നുകളൊക്കെ ആണെങ്കിൽ, വൈറലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ റെസിസ്റ്റൻസ് ടു ദാറ്റ്, ഇങ്ങനെയുള്ള. ഇനി രണ്ടും കൂടി ചേരുന്നതാണ് ഏകദേശം ടോളറൻസ് എന്ന് പറയുന്നത്. ടോളറൻസിൽ ഇപ്പോൾ സ്പീഷീസ് അങ്ങനെയൊക്കെ ഉള്ള വരുമ്പോഴത്തേക്കും അത് പേഷ്യന്റ് റിലേറ്റഡ് ആണ്, പക്ഷെ ചിലത് ഡ്രഗ് റിലേറ്റഡ് ആണ്.
ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ഈ ഫാക്ടേഴ്സ്, ഇത്രയും ഫാക്ടേഴ്സ് ആണ്: ഏജ്, ജെൻഡർ, ബോഡി സൈസ്, സ്പീഷീസ്, റേസ് ആൻഡ് ജനറ്റിക് ഫാക്ടേഴ്സ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ടോളറൻസും കമ്പൈൻഡ് എഫക്ട് ഓഫ് ഡ്രഗ്സും ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ചെയ്യും. സോ ആദ്യത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് ആണ്. ഏജ് ഓഫ് ദ പേഷ്യന്റ് റിലേറ്റഡ് ഫാക്ടർ ആണ്. സോ നമുക്ക് പേഷ്യൻസിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. മൊത്തം പേഷ്യൻസിനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. ഒന്ന് പീഡിയാട്രിക്സ് എന്ന് വെച്ചാൽ പിള്ളേർ. രണ്ടാമത്തത് നോർമൽ അഡൽട്സ് ഉണ്ട്. മൂന്നാമത്തത് വയസ്സായിട്ടുള്ള ആൾക്കാർ. സോ ഇങ്ങനെ നമുക്ക് മൂന്നാക്കി തിരിക്കാം. മരുന്ന് സാധാരണ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നോർമൽ അഡൽട്ട് വെച്ചിട്ടായിരിക്കും സാധാരണ പറയാം. ഇപ്പോൾ മരുന്നിന്റെ ഒക്കെ ഡോസേജ് എല്ലാം നോർമൽ അഡൽട്ട് ഡോസ് ആയിരിക്കും നമ്മൾ ആദ്യം പറയാം. ദെൻ വി വിൽ അതിൽ നിന്ന് നമ്മുടെ പിള്ളേരുടെ ഡോസ് കണ്ടെത്തും. ദെൻ പിള്ളേരുടെ ഡോസ് പല മരുന്നുകളുടെയും പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ കുട്ടികളിൽ തന്നെ നമുക്ക് ആദ്യം പീഡിയാട്രിക്സ് പറയുകയാണെങ്കിൽ അതിൽ തന്നെ നിയോനേറ്റ്സ് ഉണ്ട്, വെച്ചാൽ പ്രായം തികയാതെ ജനിക്കുന്നത്. ദെൻ മാസങ്ങളുള്ള ഇൻഫൻസ് ഉണ്ട്. ദെൻ ചിൽഡ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ. ദെൻ അഡോളസെന്റ്. സോ ഇങ്ങനെ വ്യത്യസ്തമായ പിള്ളേർ പീഡിയാട്രിക് ഗ്രൂപ്പ് ഉണ്ട്. ഇവയിലെ എല്ലാത്തിലും വ്യത്യാസം വരും. എങ്കിൽ നമുക്ക് എല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ എന്ന് പറഞ്ഞാൽ വലിയ ആളുകളുടെ ഒരു മിനിയേച്ചർ പതിപ്പല്ല. പല കാര്യങ്ങളിലും, ധാരാളം കാര്യങ്ങളിൽ അവർ ക്വാളിറ്റേറ്റീവായിട്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആണ്. ഉദാഹരണം കൊച്ചുകുട്ടികളുടെ അവരുടെ ബോഡി വാട്ടർ, വെള്ളം, ശരീരത്തിലുള്ള ജലാംശം അവരിൽ കൂടുതലാണ്. ബോഡി വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. മസിൽ മാസ് കുറവുമാണ്. അവരിൽ മസിൽ മാസ് കുറവാണ്. രണ്ടാമത്തത് അവരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളുടെ സ്കിൻ തിന്നാണ്, ലോലമാണ്. അപ്പോൾ ഉദാഹരണം കോർട്ടിക്കോസ്റ്റിറോയിഡ് പോലെയുള്ള മരുന്നുകൾ നമ്മൾ തുടർച്ചയായിട്ട് അവരിൽ പുരട്ടിക്കൊണ്ടിരുന്നാൽ വലിയൊരു സർഫസ് ഏരിയയിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് സിസ്റ്റമിക് എഫക്റ്റ് ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. ദെൻ കൊച്ചുകുട്ടികളിൽ GIയിലെ ആസിഡിറ്റി കുറവാണ്, അവരിലെ ആസിഡ് കുറവാണ്. ദെൻ ഇൻറ്റസ്റ്റൈനൽ ട്രാൻസിറ്റ് ടൈം അവരിൽ കൂടുതലാണ്. ദെൻ അവരുടെ റെക്ടൽ അബ്സോർഷൻ അവരിൽ കൂടുതലാണ്. സോ ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. ഉദാഹരണം ഫെബ്രൈൽ സീഷേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയസിപ്പാം എന്ന് പറയുന്ന മരുന്ന് ഇതുകൊണ്ട് ഈ സമയത്തൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തും. പല മരുന്നും ഇവർക്ക് ഓറലായിട്ട് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം കുട്ടികളിലുണ്ട്. വിഴുങ്ങാൻ പ്രയാസം, സൊല്യൂഷനായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. എന്നാലും കഴിപ്പിക്കാനും പ്രയാസമായിരിക്കും. ദെൻ അവരുടെ മെറ്റബോളിക് പാത്വേസ് ശരിയായിട്ട് ഡെവലപ്പ് ചെയ്യില്ല. ഒരു 3 മാസമെങ്കിലും പിടിക്കും ആ മെറ്റബോളിക് പാത്വേസ് ഒക്കെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ. ഉദാഹരണം ക്ലോറാംഫെനിക്കോൾ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ കൊടുക്കുക എന്ന് വരിക. ക്ലോറാംഫെനിക്കോൾ ഇത് നശിക്കുന്നത് ഗ്ലൂക്കറോണിഡേഷൻ വഴിയിട്ടാണ്. ദാറ്റ് മീൻസ് സിന്തറ്റിക് പാത്വേ ആണ്, phase 2 ആണ്. പക്ഷേ ഗ്ലൂക്കറോണിഡേഷൻ ഇവരിൽ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഗ്രേ ബേബി സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ക്ലോറാംഫെനിക്കോൾ ഇൻ ദർ ബോഡി. ദെൻ ഇവരുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ അത് കൂടുതൽ പെർമിയബിൾ ആണ്, എന്ന് വെച്ചാൽ പല മരുന്നും ബ്രെയിനിലേക്ക് കടക്കാം. അപ്പോൾ ബിലിറൂബിൻ പോലെയുള്ള സാധനങ്ങൾ ഇവരുടെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിലൂടെ കടക്കാം. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്കാപ്പുലറി എൻഡോത്തീലിയൽ സെൽസ് ആർ ലീക്കി ആണ് കുറച്ചും കൂടി. സാധാരണ രീതിയിൽ ടൈറ്റ് ജംഗ്ഷൻ ആയിരിക്കും, പക്ഷെ ഇവിടെ കടക്കാം. അപ്പോൾ ബിലിറൂബിൻ കടന്നു കഴിയുമ്പോഴത്തേക്കും ബിലിറൂബിൻ ബ്രെയിനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ പേഷ്യന്റ് കുട്ടികൾക്ക് സൾഫാ മരുന്നുകൾ കൊടുക്കുക എന്ന് വിചാരിക്കുക. സൾഫാ മരുന്നുകൾ എന്ത് ചെയ്യും? ബിലിറൂബിൻ എവിടെയാണ്? ഇത് ബ്ലഡിലെ പ്ലാസ്മയാണെന്ന് വിചാരിച്ചാൽ ബിലിറൂബിനോട് ഒട്ടിപ്പിടിച്ചിരിക്കും. സൾഫാ മരുന്ന് അവിടെ ചെല്ലുന്നു, ഇതിനെ പിടിച്ച് പുറത്താക്കും. സോ ഇത് ബ്ലഡിൽ ഫ്രീ ആകും. ബ്ലഡിൽ ഫ്രീ ആകുമ്പോൾ അത് ബ്രെയിനിലെത്തും. അങ്ങനെ ഉണ്ടാകുന്ന രോഗമാണ് കെർണിക്-ടെറസ്. മുതിർന്ന ആൾക്കാർക്ക് ഇത് കുഴപ്പമില്ല, കുട്ടികളിൽ മാത്രമായിരിക്കും കെർണിക്-ടെറസ് ഉണ്ടാക്കുക. ഇനി കൊച്ചുകുട്ടികളിലെ GFR ഡെവലപ്പ് ചെയ്ത് വരാൻ ഒരു 7 മാസമെങ്കിലും പിടിക്കും. കിഡ്നി ഡെവലപ്പ് ചെയ്ത് വരാൻ GFR കുറവാണ്. ഒരു 7 months ആണ് ഇതിന് പറയും. സോ ട്യൂബുലാർ ട്രാൻസ്പോർട്ട് ഒന്നും ശരിയായിട്ട് പ്രവർത്തിക്കണമെന്നില്ല. സോ അമിനോ ഗ്ലൈക്കോസൈഡ് പോലെയുള്ള മരുന്നുകൾ, ജെൻഡാമൈസിൻ, സ്ട്രെപ്റ്റോമൈസിൻ പോലെയുള്ള മരുന്നുകൾ, ദെൻ പെനിസിലിൻ പോലെയുള്ള മരുന്നുകളുടെയൊക്കെ എക്സ്ക്രീഷൻ വിൽ ബി ഡിക്രീസ്. എക്സ്ക്രീഷൻ കുറവാകുമ്പോൾ മരുന്ന് ശരീരത്തിൽ കൂടുതലാവും. സോ ടോക്സിസിറ്റി കൂടുതലാവും. ഇപ്പൊ അമിനോ ഗ്ലൈക്കോസൈഡിന്റെ ടോക്സിറ്റി എന്താ? ടോക്സിറ്റി ചെവിയിലാണ് എഫക്ട് ചെയ്യുക, അല്ലെ? ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാക്കാം, പിള്ളേരിൽ കൂടുതലായിട്ട് ഉണ്ടാക്കാം. ഇനി ചില ദോഷങ്ങൾ കുട്ടികളിൽ മാത്രമായിട്ട് ഉണ്ടാക്കുന്ന ചില ദോഷങ്ങളുണ്ട്. ഉദാഹരണം കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് പോലെയുള്ള മരുന്നുകൾ, കോർട്ടിക്കോസ്റ്റിറോയിഡ്സോ ഹോർമോൺസോ പോലെയുള്ള ആൻഡ്രോജൻസ് പോലെയുള്ള മരുന്നുകൾ പ്രിമച്വർ എപ്പിഫൈസിക് ഫ്യൂഷൻ ഉണ്ടാക്കാം.
കുട്ടികളിൽ എപ്പിഫൈസിസ് ഫ്യൂഷൻ നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ് അവൾ വളരുന്നത്. പക്ഷെ നേരത്തെ എപ്പിഫൈസിസ് ഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഗ്രോത്ത് റിട്ടാർഡേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ദെൻ ടെട്രാസൈക്ലിൻസ് പോലെയുള്ള മരുന്നുകൾ, ടെട്രാസൈക്ലിൻസിന്റെ പ്രശ്നം അത് എല്ലുകളിലും പല്ലുകളിലും പോയി അടിഞ്ഞുകൂടും. സോ യെല്ലോ ഡിസ്കളറേഷൻ. അപ്പൊ അതുകൊണ്ട് 8 വയസ്സിൽ താഴെയോ ചില രാജ്യങ്ങളിൽ 12 വയസ്സിൽ താഴെയോ ഒന്നും കൊടുക്കാൻ പാടില്ല, ഗർഭിണികളിലും കൊടുക്കാൻ പാടില്ല. പിന്നെ ഉള്ളത് ഫ്ലൂറോക്വിനലോൺ പോലെയുള്ള മരുന്നുകൾ, സിപ്രോഫ്ലോക്സാസിൻ പോലെയുള്ള മരുന്നുകൾ ദീർഘനാളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാർട്ടിലേജിനെ അത് ദോഷമായിട്ട് ബാധിക്കും. കാർട്ടിലേജ് മുതിർന്ന ആൾക്കാരാണെങ്കിൽ ടെൻഡൻ ആയിരിക്കും ബാധിക്കുക. കാർട്ടിലേജിന് എല്ലുകൾ ഒടിയാൻ, കാർട്ടിലേജിന്റെ മിസ്ഫോർമേഷനൊക്കെ പ്രശ്നങ്ങൾ ചാൻസ് കൂടുതലാണ്. ഇനി കുട്ടികളിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ മരുന്ന് കൊടുക്കാനുള്ള ഫോർമുല നമ്മൾ ഓൾറെഡി പോസോളജി എന്ന് പറഞ്ഞ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ അതവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വീണ്ടും സമയം കളയുന്നില്ല. നമ്മൾ പ്രധാനപ്പെട്ട യങ്സ് ഫോർമുല പഠിച്ചു, ദെൻ ഡില്ലിങ്സ് ഫോർമുല പഠിച്ചു, പിന്നെയും പല ഫോർമുലാസും പഠിച്ചു. എങ്കിലും ബോഡി വെയിറ്റും സർഫസ് ഏരിയ ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ഇനി ഏജിലെ രണ്ടാമത്തെ ഗ്രൂപ്പ് ജെറിയാട്രിക്സ് ആണ്. ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇനി 65 ആകാം. സോ ഇവരിലും കൈനറ്റിക് ആൻഡ് ഡൈനാമിക് വ്യത്യാസം കാര്യമായിട്ടുണ്ട്. സോ ഇവരിൽ ഡ്രഗ് അബ്സോർഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ലോ അബ്സോർഷൻ ആണ് ഇവരിൽ. GI അബ്സോർഷൻ ഈസ് സ്ലോ. GI മോട്ടിലിറ്റിയും കുറവാണ്. ദാറ്റ്സ് ഓൾസോ കുറവാണ്. GIയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ടു GI ഈസ് ഓൾസോ ലെസ്, അതും കുറവാണ്. ഇനി ബ്ലഡിലാണല്ലോ മരുന്ന് ചുറ്റി നടക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ആൽബുമിൻ ലിവറിൽ നിന്ന് ഉണ്ടാക്കണം അല്ലെ, അത് കുറവായിരിക്കും ഇവർ. അതുകൊണ്ട് പ്ലാസ്മ പ്രോട്ടീൻ ബൈൻഡിങ് കുറയുമ്പോൾ ഫ്രീ ഡ്രഗ് കൂടുതലാവും. സോ ടോക്സിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ദെൻ ഇവരിൽ ഫാറ്റ് കൂടുതലാണ്, ഫാറ്റിന്റെ പ്രപ്പോർഷൻ കൂടുതലാണ്. സോ VD അല്ലെങ്കിൽ ലിപ്പോഫിലിക് ഡ്രഗ് ആണെങ്കിൽ കൂടുതലായിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. തിരിച്ച് ഹൈഡ്രോഫിലിക് ആണെങ്കിൽ ബ്ലഡിൽ തന്നെ ഉണ്ടാകും, പക്ഷെ ബ്ലഡ് വോളിയവും കുറവായിരിക്കും ഇവര്. അങ്ങനെ ഒരു പ്രശ്നമാണ്. ഇനി മെറ്റബോളിക് ഫംഗ്ഷൻ ആണെങ്കിലോ ലിവർ മേ നോട്ട് ബി ഫംഗ്ഷനിങ് പ്രോപ്പർ. സോ മെറ്റബോളിക് എൻസൈംസിന്റെ ഒക്കെ കുറവുണ്ടായിരിക്കാം. ലിവർ എൻസൈംസ് കുറവായിരിക്കും. ലിവറിലേക്കുള്ള ബ്ലഡ് ഫ്ലോ, ലിവറിലേക്ക് പോകുന്ന ബ്ലഡിന്റെ എമൗണ്ടും കുറവായിരിക്കും. സോ മെറ്റബോളിസം കുറയുന്നത് മൂലം അങ്ങനെയുള്ള മെറ്റബോളിസം ഡ്രഗിന്റെ ഇറ്റ്സെൽഫ് ടോക്സിക് ആയിട്ടുള്ള മരുന്നുകളുടെ ടോക്സിറ്റി കൂടുതലായിരിക്കും. ഇനി ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള മരുന്നുകൾ, നേരത്തെ ഉണ്ടായിരുന്ന മരുന്നുകൾ ഇവിടെ നിന്ന് ലിവറിലേക്ക് പോകുമ്പോൾ നേരത്തെ നശിച്ചു പോകുമായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്രയും നശിക്കുന്നില്ല. സോ അങ്ങനെയുള്ള മരുന്നുകൾ ടോക്സിറ്റി കൂടാം, അവയുടെ എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാം. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ പ്രൊപ്രാനോൾ നമ്മൾ പഠിച്ചു, നൈട്രോഗ്ലിസറിൻ പഠിച്ചു, മോർഫിൻ, ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണല്ലോ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ദെൻ കിഡ്നിയിലും അവസ്ഥ വ്യത്യസ്തമാണ്. മിക്കവാറും വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കിഡ്നി ഫംഗ്ഷൻ കുറഞ്ഞിട്ടുണ്ടാകും, നെഫ്രോൺസിന്റെ പ്രവർത്തനം കുറവായിരിക്കും. സോ ദീസ് ഓൾ ഇതെല്ലാം കൈനറ്റിക് ആസ്പെക്ട്സ് ആണ്. കൈനറ്റിക് ആസ്പെക്ട്സിൽ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കാം. ദോഷഫലങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ മരുന്നുകളുടെ പ്രകടനത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ ഇതൊക്കെ വ്യത്യാസം ഉണ്ടാകും. ദെൻ ചില ദോഷഫലങ്ങൾ ഈ വലിയ ആൾക്കാർക്ക് കൂടുതൽ പ്രശ്നമാകും. ഇപ്പോൾ 1 ഈസ് യൂറിനറി റിട്ടൻഷൻ ആന്റികോളിനർജിക് പോലെയുള്ള സം എഫക്റ്റ് ഉള്ള മരുന്നുകളാണെങ്കിൽ ഈ വലിയ മുതിർന്നവരിൽ ഇത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഓൾറെഡി അവർക്ക് പ്രശ്നങ്ങളുണ്ട്. 2 പോസ്റ്റുറൽ ഹൈപ്പോടെൻഷൻ മൂലമുള്ള ഫോളൊക്കെ കൂടുതലായിരിക്കാം. ആന്റി ഹൈപ്പർടെൻസീവ് ഡ്രഗുകൾ, ആൽഫ ബ്ലോക്കറോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗിഡിനെസ്, തലചുറ്റൽ കൂടുതലായിരിക്കാം. ദെൻ CNS ഡിപ്രസൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ മെന്റൽ കൺഫ്യൂഷൻ അവർക്ക് കൂടുതലായിട്ടുണ്ടാകാം. ഉറക്കച്ചടവൊക്കെ കൂടുതലായിട്ടായിട്ടുണ്ട്. പക്ഷെ ചില മരുന്നുകൾ AC ഇൻഹിബിറ്റേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സിന്റെ ഒക്കെ കുറച്ച് എഫക്റ്റ് കൂടുതലാണ് എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടർ ജെൻഡർ ഓർ സെക്സ് ആണ്. സോ സ്ത്രീകളുടെ ബോഡി പ്രൊപ്പോർഷൻ, എസ്പെഷ്യലി ഫീമെയിൽ ബോഡി പ്രൊപ്പോർഷൻ കുറവാണ്. അവർക്ക് മസിൽ മാസ് കുറവാണ്, ഡിക്രീസ് മസിൽ മാസ്. ദെൻ സബ്ജക്റ്റീവ് മേക്കപ്പും വ്യത്യസ്തമാണ്. ഫീമെയിലും മെയിലും തമ്മിലുള്ള സബ്ജക്റ്റീവ് മേക്കപ്പ് ഈസ് ഓൾസോ ഡിഫറെന്റ്. ഹോർമോണുകളുടെ വ്യത്യാസങ്ങളുണ്ട്. മാത്രമല്ല അവർക്ക് മെൻസ്ട്രൽ പ്രശ്നങ്ങളുണ്ട്, പ്രഗ്നൻസി ക്യാൻ അഫക്ട്, ലാക്ടേഷൻ ഉണ്ട്, ദെൻ മെനോപോസോ, ഇങ്ങനെയുള്ള പല ഫേസസ് ഫീമെയിൽസിന് ഉണ്ട്. പല ഘട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ മരുന്നുകളുമായിട്ട് ഇന്റർഫറൻസ് ഉണ്ടാക്കാം. ഉദാഹരണം, ഇൻ കേസ് ഓഫ് പ്രഗ്നൻസി ആണല്ലോ ഒരു പ്രധാനപ്പെട്ട ഘട്ടം. പ്രഗ്നൻസിയിൽ GI മോട്ടിലിറ്റി അവർക്ക് കുറവാണ്, പക്ഷെ അവരുടെ ബ്ലഡ് വോളിയം, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം അവർക്ക് കൂടുതലായിരുന്നു. സോ VD വിൽ ബി ഇൻക്രീസ്ഡ് ആയി. ബ്ലഡിലാണെങ്കിലോ ബ്ലഡിൽ ആൽബുമിൻ കുറവാണ്,
മിൻ കുറവും, പക്ഷെ അതിന് പകരമായിട്ട് α1 ആസിഡ് ഗ്ലൈക്കോപ്രോട്ടീൻ എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. സോ ഇവിടെ എല്ലാം ആസിഡിക് ഡ്രഗ്സ് ഇവിടെയാണല്ലോ കൂടുതലായിട്ട് ബൈൻഡ് ചെയ്യുക, ഇവിടെയാണ് ബേസിക് ഡ്രഗ്സ് ബൈൻഡ് ചെയ്യുക. സോ ആസിഡിക് ഡ്രഗ്സിന് ബൈൻഡ് ചെയ്യാനായിട്ട് ആൽബുമിൻ ചിലപ്പോൾ കുറവായിരിക്കും. ദെൻ ഇവരുടെ റീനൽ ബ്ലഡ് ഫ്ലോ ഈസ് ഇൻക്രീസ്ഡ്, കൂടുതലാണ്. ആൻഡ് ഓൾസോ ലിവറിനകത്ത് മെറ്റബോളിക് എൻസൈമാറ്റിക് പ്രവർത്തനവും പ്രഗ്നൻസിയുടെ സമയത്ത് വർദ്ധിച്ചായിരിക്കും. അപ്പോൾ കൂടുതൽ മരുന്നുകൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഗർഭാവസ്ഥയിൽ തന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉണ്ട്, സെക്കൻഡ് ട്രൈമസ്റ്റർ ഉണ്ട്, തേർഡ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഓർഗാനോജെനിസിസ് നടക്കുക, സോ അതുകൊണ്ട് ഈ സമയത്ത് പല മരുന്നുകളും ടെറാറ്റോജെനിസിറ്റി ഉണ്ടാക്കാം, അവരുടെ ഓർഗൻസ് ഉണ്ടാകുന്നതിൽ ഡാമേജ് ഉണ്ടാക്കാം. തേർഡ് ട്രൈമസ്റ്ററിലാണെങ്കിലോ അത് പ്രഗ്നൻസിയിൽ പ്രസവമായിട്ട് ബന്ധപ്പെട്ടുള്ള ലേബറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. സോ അതുകൊണ്ട് തന്നെ കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി, ഡി, എക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരംതിരിവുകളുണ്ട്. എക്സ് ആണെങ്കിൽ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല, എ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറീസ് ഉണ്ട്. ഇനി ഈ ഹോർമോൺസ് സ്ത്രീകളിൽ പല മെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. ഉദാഹരണത്തിന് ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത്, രോമ വളർച്ച കൂടുതലാക്കാം, ഇൻക്രീസ്ഡ് ഹെയർ ഗ്രോത്ത് കൂടുതലാക്കാം. ദെൻ ശബ്ദത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. ദെൻ ഫേഷ്യൽ ബോൺ ക്യാരക്ടറിസ്റ്റിക്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോൾ ഉദാഹരണം ഫെനിറ്റോയിൻ എന്ന് പറയുന്ന മരുന്ന് സ്ത്രീകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ടാകും. ദെൻ പുരുഷന്മാരിൽ ചില മരുന്നുകൾ ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കാം, ഗൈനക്കോമാസ്റ്റിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഉദാഹരണം കീറ്റോകോണസോൾ, ആന്റി ഫംഗൽ തുടർച്ചയായിട്ട് കഴിച്ചാൽ, അല്ലെങ്കിൽ ആന്റിസൈക്കോട്ടിക് മരുന്നുകൾ അവയുടെ പ്രോലാക്റ്റിനിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കാം. ദെൻ ഒരുപാട് മരുന്നുകൾ മെയിൽ സെക്ഷുവൽ ഫംഗ്ഷനുമായിട്ട് ഇടപെടുന്ന മരുന്നാണ്. സെക്ഷുവൽ ഫംഗ്ഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ ധാരാളമുണ്ട്. സോ ആൽഫ ബ്ലോക്കേഴ്സ് ഉണ്ട്, ദെൻ SSRIs ഉണ്ട്, ക്ലോണിഡിൻ, മീഥൈൽഡോപ്പ. സോ ഇങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ഇവരുടെ സെക്ഷുവൽ ഫംഗ്ഷൻ കുറയ്ക്കുന്ന തരം മരുന്നുകൾ ഉണ്ട്. സോ ഇതെല്ലാം ജെൻഡർ, മെയിലാണോ ഫീമെയിൽ ആണോ, അപ്പൊ മരുന്നുകൾ നോക്കിയിട്ട് വേണം നമുക്ക് ഉപയോഗിക്കാൻ. മൂന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ ബോഡി സൈസ് ആണ്. ബോഡി സൈസ്, അത് മെയിലായാലും ഫീമെയിൽ ആയാലും കുട്ടിയായാലും എല്ലാം ബോഡി സൈസ് പ്രൊപ്പോർഷനേറ്റ് അല്ലെങ്കിൽ മരുന്ന് അതനുസരിച്ച് മാറിക്കൊടുക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞു എല്ലാവരുടെയും അഡൽട്ട് ഡോസിലായിരിക്കും നമ്മൾ പറയുക. സോ അതൊരു 16-നും 60-നും വയസ്സുള്ള ആൾക്കാരെ പറ്റിയായിരിക്കും നമ്മൾ കണക്കാക്കുക. ലാർജ് പോപ്പുലേഷൻ ഈ ഗ്രൂപ്പിലാണ്, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നോർമൽ അഡൽട്ട് ഡോസ് എടുക്കുക. സോ ചിലർ ഒബീസ് ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ തിൻ ഓർ ലീൻ ആയിരിക്കാം. സോ ഇങ്ങനെ ഏത് സൈസ് ആയാലും നമ്മൾ സാധാരണ ചെയ്യുക ബോഡി വെയിറ്റ് എടുക്കുക, ഡിവൈഡഡ് ബൈ 70 ഇൻറ്റു സാധാരണ ആവറേജ് അഡൽട്ട് ഡോസ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. സോ ഇതാണ് ബോഡി വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് സർഫസ് ഏരിയ ആണ്. പക്ഷേ സർഫസ് ഏരിയ നമ്മൾ പറഞ്ഞു ക്യാൻസർ മരുന്നുകൾക്കായിരിക്കും. ബോഡി സർഫസ് ഏരിയ എടുക്കുക, മീറ്റർ സ്ക്വയറിലായിരിക്കും എടുക്കുക, ഡിവൈഡഡ് ബൈ ഒരു ഫാക്ടർ ആണ് 1.73 എന്നൊരു ഫാക്ടർ, ദെൻ ഇൻറ്റു ആവറേജ് അഡൽട്ട് ഡോസ് വെച്ചിട്ട് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർഫസ് ഏരിയ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ സ്പീഷീസ് ഓർ റേസ് ആണ്. സ്പീഷീസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. സ്പീഷീസ് ഇപ്പൊ മനുഷ്യരിൽ ഒരു മരുന്നിന്റെ എഫക്റ്റ് തന്നെ ആയിരിക്കണമെന്നില്ല മൃഗങ്ങളിൽ ഉണ്ടാവുക. തിരിച്ചും മൃഗങ്ങൾക്ക് ദോഷകരമാവുന്നത് മനുഷ്യരിൽ ദോഷകരമാവണമെന്നില്ല. ഓക്കെ, ഇപ്പൊ ഉദാഹരണം റാബിറ്റില് അവർക്ക് അട്രോപ്പിൻ ഒരു വിഷയമേ അല്ല, അട്രോപ്പിൻ. പക്ഷെ മനുഷ്യരിൽ അട്രോപ്പിൻ അധികമായി കഴിഞ്ഞാൽ ഭയങ്കര ദോഷകരമാണ്. ഇനി കമ്മിങ് ടു ഹ്യൂമൻ, മനുഷ്യരിൽ തന്നെ റേഷ്യൽ ഡിഫറൻസ് ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. റേഷ്യൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഉദാഹരണം ബ്ലാക്സ് ഉണ്ട്, ദെൻ വൈറ്റ്സ് ഉണ്ട്, ഏഷ്യൻസ് ഉണ്ട്, ദെൻ ഏഷ്യനിൽ തന്നെ മംഗോളീസ് പോലെയുള്ള വിഭാഗങ്ങളൊക്കെ. സോ ഇപ്പോൾ കറുത്തവർഗക്കാരിൽ ബ്ലാക്സിനകത്ത് മിഡ്രിയാസിന് അട്രോപ്പിൻ പോലെയുള്ള മരുന്നുകൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ദെൻ ബീറ്റാ ബ്ലോക്കേഴ്സ് പറയുന്ന മരുന്നുകൾ ബ്ലാക്കിൽ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. ദെൻ ഡയൂററ്റിക് കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ് പോലെയുള്ള മരുന്നുകൾ അവരിൽ ചിലപ്പോൾ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. വെളുത്ത ആൾക്കാരിലാണെങ്കിൽ വൈറ്റ്സിലാണെങ്കിൽ ACE ഇൻഹിബിറ്റേഴ്സ് മേ ബി ഇൻക്രീസ്ഡ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. ചില പ്രശ്നങ്ങൾ ചില പ്രത്യേക റേസസിന് മാത്രമായിരിക്കും. ഉദാഹരണം ക്വിനഡോക്ലോർ എന്ന് പറയുന്ന മരുന്നുണ്ടായിരുന്നു. ക്ലോർ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വയറിളക്കത്തിനെതിരായിരുന്നു. ഇത് ജപ്പാനിലുള്ള ആൾക്കാരിൽ അവരുടെ കണ്ണിന് ഭയങ്കര ദോഷകരമായിട്ട് SMON എന്ന് പറയുന്ന ഒരു അസുഖമാണോ, ഒപ്റ്റിക് ന്യൂറോപ്പതി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് കാഴ്ചശക്തി പോകുന്ന പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യക്കാർക്ക് അതുകൊണ്ട് ഇത് ബാനൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യക്കാർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഒട്ടും തന്നെ കണ്ടിട്ടില്ല. സോ രാജ്യവും ആൾക്കാരും അനുസരിച്ചും മരുന്നുകളിൽ അവയുടെ എഫക്റ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക്കൽ ഫാക്ടേഴ്സ് ആണ്. ജനറ്റിക്സ് ആണ്. ജനറ്റിക് വേരിയേഷൻസ് can affect the drug action.
സോ ഒരു മരുന്നിന്റെ പ്രവർത്തനത്തിൽ ഭയങ്കരമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ജനറ്റിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാക്കാം. സോ ഇതിനെ നമ്മൾ ഫാർമക്കോജെനറ്റിക്സ് എന്നാണ് പറയുക. ഫാർമക്കോജെനറ്റിക്സ് എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷെ ഇത് നമ്മൾ പഠിച്ചിട്ട് ഫാർമക്കോജെനറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചിട്ട് ഈ വ്യത്യാസങ്ങൾ വെച്ചിട്ട് ഡ്രഗ് ട്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഫാർമക്കോജീനോമിക്സ് എന്നാണ് വിളിക്കുക. സോ ജീനോമിക്സ് ഇത് പഠിക്കുക ആൻഡ് ആപ്ലിക്കേഷൻ അത് പേഷ്യന്റിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് നമ്മൾ ജീനോമിക്സ് എന്ന് വിളിക്കുക. സോ ഉദാഹരണങ്ങൾ സഹിതം പറയാം. ഉദാഹരണങ്ങളാണ് കൂടുതൽ. ഒന്ന്, എട്ടിപ്പിക്കൽ സ്യൂഡോകോളിൻ എസ്റ്ററേസ് ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ അവരിൽ പ്രവർത്തനം ശരിയല്ലാത്ത ആൾക്കാരിൽ നമ്മൾ സക്സിനൽ കൊളിൻ എന്ന് പറയുന്ന മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അപ്നിയ ഉണ്ടാകും, ശ്വാസതടസ്സം. ലോങ് സ്റ്റാൻഡിങ് അപ്നിയയും ശ്വാസതടസ്സവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. രണ്ടാമത്തത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡിഹൈഡ്രോജനേസ് ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരിലാണ് ഹീമോളിസിസ് പല മരുന്നുകൾക്കും ഉണ്ടാക്കാം. ഉദാഹരണം പ്രൈമാക്വിൻ, ആന്റി മലേറിയൽ ഡ്രഗ് പ്രൈമാക്വിൻ, ഞാൻ ഇത് വേറെ എവിടെയോ പറഞ്ഞു. സോ അവരിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും. മൂന്നാമത്തത് അസെറ്റിലേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എൻസൈം എന്ന് പറയുന്നത് NAT2 ആണ്. NAT2 എൻസൈംസ് ആണ്. സോ ഇതിൽ ചില ആൾക്കാരിൽ സ്ലോ അസെറ്റിലേറ്റേഴ്സ് ഉണ്ട്, ചില ആൾക്കാരിൽ ഫാസ്റ്റ് അസെറ്റിലേറ്റ്. സോ ഇത് വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ നമ്മൾ എക്സാമ്പിൾ നമ്മൾ പറയാം ഷിപ്പ് ഡ്രഗ്സ് എന്നാണ് അതിന് പറയാം. ഷിപ്പ് ഡ്രഗ്സ് മീൻസ് ഒന്ന് സൾഫർ ഡ്രഗ്സ് ആണ്, ഹൈഡ്രലസിൻ ആണ് H, ഹൈഡ്രാലസിൻ, I4INH ആൻഡ് P4 പ്രൊക്കൈനമൈഡ്. ഇതാണ് നമ്മുടെ അതിന്റെ കോഡ്. സോ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ അവർക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. നാലാമത്തെ ഒരു എക്സാമ്പിൾ CYP2C9. അതില് വേരിയേഷൻ ഉണ്ടെങ്കിൽ വാർഫാറിൻ എന്ന് പറയുന്ന മരുന്ന്. വാർഫാറിൻ നമുക്കറിയാം ബ്ലഡ് തിന്നർ ആണ്, ഇൻക്രീസ്ഡ് ബ്ലീഡിംഗ് ഉണ്ടാക്കാം. ദെൻ അഞ്ചാമത്തെ ഒരു എക്സാമ്പിൾ റയനോഡിൻ റിസപ്റ്ററിൽ ഡിസ്ഫങ്ഷൻ ഉള്ള ആൾക്കാരിൽ ഹാലോതെയിൻ അനസ്തെറ്റിക് മരുന്നാണ്. അത് കൊടുക്കുമ്പോഴത്തേക്കും മലിഗ്നന്റ് ഹൈപ്പർ തെർമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാക്കാം. ദെൻ CYP2D6 ജനറ്റിക്കലായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ടാക്കാവുന്ന മരുന്നാണ്. ഇപ്പോൾ കുഡീൻ, മെറ്റപ്രലോൾ പോലെയുള്ള മരുന്നുകളൊക്കെ ഇതുവഴി മെറ്റബോളൈസ് ചെയ്ത് പോകുന്നു. സോ അവരിലും ഡ്രഗ് വേരിയേഷൻസ് ഉണ്ടാക്കാം. ദെൻ വേറൊരെണ്ണം TPMI ആണ്, തയോപ്യൂരിൻ മീഥൈൽ ട്രാൻസ്ഫറേസിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം. അപ്പോൾ നമ്മൾ 6-മെർകാപ്റ്റോപ്യൂരിൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗികളിൽ ബോൺ മാരോ സപ്രഷൻ അവർക്ക് കൂടുതലായിരിക്കും. സോ ഇതുപോലെ നമുക്ക് 100 കണക്കിന് എക്സാമ്പിൾസ് പറയാനുണ്ട്. സോ നമ്മളിപ്പോൾ 5 ഫാക്ടേഴ്സ് ആണ് പറഞ്ഞത്. ഒന്ന് ഏജ് ആണ് നമ്മൾ പറഞ്ഞത്, 2 സെക്സ് ഓഫ് ദ പേഷ്യന്റ് പറഞ്ഞു, ദെൻ ബോഡി സൈസ് പറഞ്ഞു, ദെൻ സ്പീഷീസ് പറഞ്ഞു, ദെൻ ജനറ്റിക്കൽ മേക്കപ്പ്. സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തത്. ബാക്കി ഇനി എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, ടൈം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, പാത്തോളജിക്കൽ ഫാക്ടേഴ്സ്, ദെൻ റിലേറ്റഡ് ടു ഡ്രഗ്, റൂട്ട് ഓഫ് ദ ഡ്രഗ്, ഇങ്ങനെയൊക്കെയുള്ള ബാക്കി കാര്യങ്ങൾ, ടോളറൻസ്, ഇങ്ങനെയൊക്കെ നമുക്ക് കുറെ അടുത്ത വീഡിയോയിൽ പറയാം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.